ഹലോ, അപ്പോൾ നമ്മൾ ഈ പുതിയ സിറ്റിയിൽ വന്നിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ നമുക്ക് ക്രിസ്മസ് വൈബ് എൻജോയ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. സോ ഇവിടെ ഏറ്റവും അടുത്തുള്ളൊരു മോളിലേക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് കാണാനും, പിന്നെ ഈ ന്യൂ സിറ്റിയിൽ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോ ഗോട്ട് ഉണ്ട്. ഗാവ്ലെ ബൊക്കൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് പുറത്തിറങ്ങുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് വാൽബോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് സെൻറ്ററിലാണ്. സോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ബേസിക്കലി ലൈക്ക് ക്രിസ്മസ് ആയിരിക്കും. ക്രിസ്മസിൻ്റെ സ്റ്റാർസ് കാണുക, ക്രിസ്മസ് ട്രീസ്, ഡെക്കറേഷൻസ്, ഇതൊക്കെ കാണാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടേക്ക് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീസ്, റെയിൻഡിയേഴ്സ്, സാധാരണ നമ്മൾ മോളിലൊക്കെ കാണുന്ന പോലത്തെ ഒരുപാട് ഡെക്കറേഷൻസ്. കൂടാതെ കിഡ്സിന് വേണ്ടിയിട്ട് ഒരു കളറിങ് ആക്ടിവിറ്റിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പ്രിൻസ് ഒക്കെ എടുത്ത് കളർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളത് കണ്ടത്. നമ്മളുടെ അടുത്തേക്ക് സാൻഡ വന്നു. സോ ഇങ്ങനെ ഒരു സാൻഡ ഉണ്ടായിരുന്നു ആ മോളിൽ. സോ നമുക്ക് പോയി ഫോട്ടോ എടുക്കാം, സംസാരിക്കാം. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പോയത് ബേക്ക്ഡ് ആൻഡ് ഗ്രിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സാൻഡിനെയൊക്കെ കൊണ്ട് സംസാരിച്ചു. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഓടി. ഇതൊരു സ്വീഡിഷ് കൈൻഡ് ഓഫ് ബുഫേ റെസ്റ്റോറൻ്റ് ആണ്. സോ നമ്മൾ ബുഫയാണ് കഴിച്ചത്. മെയിൻലി ഇവിടെ ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻ, പിന്നെ ബീഫ് സ്റ്റേക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഉണ്ടായത്. അങ്ങനെ നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മോളിലേക്ക് ഇറങ്ങി. കുറച്ചധികം നേരം മോളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈ സാൻഡേനെ കാണാനും ബാക്കി ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാനും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും നല്ല രസമായിരുന്നു. ഒരുപാട് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു, ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടു. അങ്ങനെ അടിപൊളി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം കൂടി ആ മോളിൽ ക്രിസ്മസ് ഡെക്കറേഷനും സാൻഡയൊക്കെ കണ്ട് നടന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് മോളിന് പുറത്ത് സിറ്റിയുടെ സൈഡിലേക്ക് പോവുകയാണേ. ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ ഷോപ്പിലും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒരുപാട് കണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ മെയിൻ അട്രാക്ഷനായ ഗാവ്ലെ ബക്കനെ കാണാനാണ് നെക്സ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഗാവ്ലെ ബക്ക് എന്ന് പറയുന്നത് ദ വേൾഡ്സ് ലാർജസ്റ്റ് സ്ട്രോ ഗോട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ ഗോട്ടാണ്. ഈ ഗാവ്ലെ ഗോട്ട് എന്ന് പറയുന്നത് 13 മീറ്റേഴ്സ്, അതായത് 42.6 ഫീറ്റ് ഹൈറ്റും, അതുപോലെ തന്നെ 7 മീറ്റേഴ്സ് ലോങ്ങും 3.6 ടൺസ് വെയിറ്റും ഉള്ളൊരു സംഭവമാണ് കേട്ടോ. ഒരു ബിഗ് ഗോട്ട്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ സിറ്റിയിൽ. ഇതൊരു ക്രിസ്മസിൻ്റെ സിമ്പിളായിട്ടാണ് ഇവരെടുക്കുന്നത്. നമ്മൾ സിറ്റിയിലേക്ക് ഇപ്പോൾ ഗാവ്ലെ ബക്ക് എന്ന് പറയുന്നത് ഡിസംബറിൽ ഫസ്റ്റ് സൺഡേ ആണ് കേട്ടോ ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇതിനി ന്യൂ ഇയറിൻ്റെ ഈവനിങ് വരെ ഉണ്ടാവും. അതിനുശേഷം ഇതിന് ഫയറിന് കൊടുക്കും എന്നാണ് മോൾ എന്നോട് പറഞ്ഞു തന്നെ. സോ ഈ ഒരു ഗാവ്ലെ ബക്കൻ അല്ലെങ്കിൽ ഗാവ്ലെ ഗോട്ടിനെ കുറിച്ചിട്ട്
അവരൊരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ക്രിസ്മസ് മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെയിൻ ഉദ്ദേശത്തോടു കൂടി 1966 ഒരു ഡിസൈൻ ചെയ്തൊരു ഐഡിയ ആണ്. പിന്നീട് അതൊരു ആചാരം പോലെ ഇങ്ങനെ അവരെന്താ കൊണ്ടടന്നുകൊണ്ടേ ഇരിക്കുവാണ്. കണ്ടിന്യൂസ് ആയിട്ട് എവറി ഇയർ ഇവിടെ ഇങ്ങനെ ഒരു ഗോട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ അത് കാണാനാണ് നമ്മൾ നെക്സ്റ്റ് വന്നത് കേട്ടോ.